ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ താഷ്കൻഡിലാണുള്ളത്. ഇപ്പോൾ കോളേജ് വിസിറ്റിൻ്റെ ഭാഗമായാണ് ഉസ്ബെക്കിസ്ഥാനിൽ വന്നത്. ഇപ്പോൾ പല കോളേജുകളും കണ്ടു. പിന്നെ ഇനി ലാസ്റ്റായിട്ട് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി കാണാം. ഇപ്പോൾ താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് താഷ്കൻഡ് സിറ്റിയിൽ തന്നെയാണ്. ഇപ്പോൾ NMCയുടെ എല്ലാ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി. നമുക്കിപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ ഇവിടുത്തെ നിയറസ്റ്റ് തന്നെയാണ് എയർപോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നത് നിയറസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് താഷ്കൻഡ് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ ഒരു വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മുതൽ ഒരു ജാനുവരി ലാസ്റ്റ് വരെയൊക്കെ വിൻ്റർ സീസണാണ്. അത് കഴിഞ്ഞതിന് ശേഷം മെല്ലനെ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കറണ്ടിൽ ഇവിടെ കുറച്ച് ചൂടൊക്കെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയി, ഇപ്പോൾ ഫർഗാന ആയാലും സമർഖണ്ഡിലൊക്കെ പോയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. താഷ്കൻഡിൽ വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി ചൂട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പസിനകത്തോട്ട് കയറി വരുന്ന സമയം നല്ലൊരു ഫൗണ്ടെയിനൊക്കെ കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വളരെ കാംഫുള്ളായിട്ടൊക്കെ വന്നിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫുള്ള് ഗ്രീനറിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമ്മർ ടൈം ആവുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ച് അവർ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സിറ്റി ടൂറൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു. സിറ്റിയിലെല്ലാം ഞങ്ങൾ പോയ സമയം എല്ലായിടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് ഭയങ്കര ഒരു നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ പാർക്കിൽ കാര്യങ്ങളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോളേജ് കാണാം. ഇപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ബ്ലോക്കാണ്. അക്കാഡമിക് ബ്ലോക്കിനകത്താണെങ്കിൽ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സ് കാര്യങ്ങളെല്ലാം ഈ ബ്ലോക്കിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലാബ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഇവർക്കുള്ള ക്ലിനിക്കൽസ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലാണ് വരുന്നത്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ മെസ്സും ഹോസ്റ്റലും അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് അറൗണ്ട് ഒരു 10-15 മിനിറ്റോളം ട്രാവലിംഗ് ടൈം വരുന്നുണ്ട് ഹോസ്റ്റലിൽ പോകാനായിട്ട്. ഹോസ്റ്റൽ അവിടെ അവൈലബിൾ ആണ്. മെസ് ആണെങ്കിലും ഇന്ത്യൻ ഫുഡ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് അക്കാഡമിക് ബ്ലോക്കൊക്കെ ഒന്ന് പോയി കാണാം. ഉസ്ബെക്കിസ്ഥാനിൽ അത്യാവശ്യം മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമി. നമുക്കിവിടെ ആവറേജ് പഠിക്കാനായിട്ട് 30 ലാക്ക് ബഡ്ജറ്റാണ് വേണ്ടി വരുന്നത്. ഉസ്ബെക്കിസ്ഥാനെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും ഈ ഒരു ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ, ഫുഡ് എല്ലാം ചേർത്തിട്ട് വരുമ്പോൾ ഒരു 30 ലാക്ക് ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ടാണ് ഇന്ത്യൻസിൻ്റെ അടുത്തുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര ഒരു സെലിബ്രിറ്റി ലുക്കിലൊക്കെയാണ് നമ്മളെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫീലിങ്സോടെയാണ് അവർ കാണുന്നത്. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം ആ ഒരു ലെവലിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് സെക്യൂരിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ക്രൈംസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കേൾക്കാനായിട്ടില്ല. അത്രയും കാംഫുള്ളായിട്ടുള്ളയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇതൊരു എൻട്രൻസ് ഏരിയയാണ്. ഇവിടെ വന്നിരുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക് വരുന്നത്. ഇവിടെയാണ് ക്ലാസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ, ലാബ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അത്രയും നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോ സീസൺ അനുസരിച്ച് അവരവരുടേതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഭയങ്കര കാംഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. കാരണം ഒരു ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാണ്ട് ഭയങ്കര കാംഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു പോയിൻ്റായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണുമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഫുള്ള് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരു ഗ്രീനറി എഫക്റ്റാണ് ഇവിടെ ഫുള്ളായിട്ട് വരുന്നത്.
കോളേജിനുള്ളിൽ തന്നെ നമുക്ക് കഫറ്റേരിയ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഫ്രീ ടൈം വന്നിരുന്ന കോഫിയോ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പറ്റും. പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന സമയം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ സ്റ്റൈൽ ഫുഡാണ്. ഇപ്പോൾ നോൺ വെജ് വെജ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാൻറ്റീൻ തന്നെയായിരുന്നു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കഫറ്റേരിയ അവൈലബിൾ ആണ്. ഇവിടെ സ്നാക്സും അതുപോലെ തന്നെ കോഫി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ സിംഗിൾ ബ്ലോക്കിനകത്ത് തന്നെയാണ് എല്ലാ ക്ലാസ് കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ കോളേജെല്ലാം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ബ്ലോക്കിനകത്ത് തന്നെയാണ്, ഈ എൻ്റയർ ബ്ലോക്കിനകത്ത് തന്നെയാണ് ഫസ്റ്റ് ഇയർ മുതൽ 6th ഇയറിൻ്റെ ക്ലാസ് നടക്കുന്നത്. അതിനോടൊപ്പം പ്രാക്ടിക്കൽസ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഫീസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം.